നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുപുറകുള്ള സ്ഥലത്താണ്. ഈ കാണുന്നത് ഒരു 12 ഷട്ടറുള്ള ഒരു ബിൽഡിംഗാണ്. ഇതിൻ്റെ മുൻവശത്ത് 6 ഷട്ടറാണ്. ഇതിൻ്റെ നേരെ പുറകുവശത്ത് വീണ്ടും ഒരു 6 ഷട്ടറാണുള്ളത്. മൊത്തം 4700 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു സ്ഥലമുള്ളത്. അത്യാവശ്യത്തിൻ്റെ പുറകെ നമുക്ക് പാർക്കിംഗ് ഏരിയ, എത്ര വണ്ടികളും പാർക്ക് ചെയ്യാൻ അത്രയും സ്ഥലമുണ്ട്. ഒരു ലോറിക്ക് പോകാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്രയും വഴിയുണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട് പുറകുവശത്ത്. ഫ്രണ്ടിലും ഇത്രയും പാർക്കിംഗ് ഏരിയ ഉണ്ട്. പുറകുവശത്തും മുൻവശത്തും ഏതാണ്ട് ഒരേപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന അത്രയും സൗകര്യങ്ങളുണ്ട്. നമുക്ക് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഒറ്റപ്പാലം ടെലിഫോൺ എക്സ്ചേഞ്ചാണ്. അപ്പുറത്ത് തന്നെ കോടതിയാണ്. തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനാണുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് നേരെ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകുവശം ട്രെയിനെല്ലാം പോകുന്നത് കാണാം. അങ്ങനെ ഏത് തരത്തിലും വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന വളരെ സൗകര്യങ്ങളും മറ്റുമുള്ള 4700 സ്ക്വയർ ഫീറ്റോടുള്ള ഒരു കടറൂമിൻ്റെ ഒരു കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. മാസം ഏതാണ്ട് 1 ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന, 1 ലക്ഷം കുറവാണ്, 1 ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന അത്രയ്ക്കധികം കടറൂമുകളുണ്ട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇത് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു മലപ്പുറംകാരനാണ്. അദ്ദേഹത്തിന് ഇത് നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം, അത്രയും ദൂരം വന്ന് നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം പുള്ളി ഇത് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്ന വില എന്ന് പറയുന്നത് വെറും 3 കോടി രൂപ മാത്രമാണ്. ഓർക്കേണ്ടത്, ഇത് വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്രയും 12 ഷട്ടറുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇതിനകത്ത് മാസ വരുമാനം ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും കിട്ടും. ആവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട്. എവിടുന്ന് റീച്ചബിളാണ്, എവിടുന്നും അപ്രോച്ചബിളാണ്. ഈ ഒറ്റപ്പാലം ടൗണിൻ്റെ ഏത് ഭാഗത്തുനിന്ന് അപ്രോച്ചബിൾ ആയിട്ടുള്ള, വളരെ അടുത്ത് ടെലിഫോൺ എക്സ്ചേഞ്ച്, കോടതി, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള, അപ്പോൾ ഒരു വലിയ ട്രക്കിനും ഒരു ലോറിക്കും ഒക്കെ വരാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള ഒരു 4-5 മീറ്റർ വീതിയുള്ള ഒരു റോഡാണ് നമ്മുടെ മുൻവശത്ത് കാണുന്നത്. അതിനകത്ത് നിന്ന് അകത്തോട്ട് വരുമ്പോൾ തന്നെയും ഇത്രയും വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ഉണ്ട്. മുൻവശത്തും പുറകുവശത്തും ഉണ്ട്. ഇത്രയുമാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നേരിൽ കാണാം, സംസാരിക്കാം. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.